ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചൂടിനും നോമ്പ് കാലത്തുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. നോമ്പെടുത്തതിൻ്റെ വിശപ്പും ക്ഷീണവും ഒക്കെ മാറാനും നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം തരാനും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേക്കാണിത്. ഇതിൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ദാഹവും ക്ഷീണവും എല്ലാം മാറും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം നമ്മുടെ ഷേക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഷമാമാണ്. മസ്ക്മെലൻ എന്നും പറയും. ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്. നമ്മുടെ ചർമ്മത്തിനും മുടിക്കുമൊക്കെ ഒരുപാട് പോഷകങ്ങൾ തരുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ പകുതി എടുത്താൽ തന്നെ ഒരു 1, 2, 3 ഗ്ലാസ്സിന് ഉള്ളതുണ്ടാവും. അപ്പം ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിൻ്റെ കുരുവും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഉണക്കി അത് പൊടിച്ചൊക്കെ എടുക്കും. അത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല, വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. മിക്സിക്കകത്ത് വേഗം അടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. ഷമാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായതുകൊണ്ട് ഇത് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് ഐസ് ക്യൂബ്സ് ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഇനിയിപ്പം ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്നതായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നമുക്കിപ്പം പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഇതിലേക്ക് മധുരത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണ്. അതുകൊണ്ട് കുതിർക്കുകയൊന്നും വേണ്ട. കുറച്ച് കട്ടിയായിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇത് അടിക്കുന്നതിന് മുമ്പേ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ടുള്ളത് എടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 7-8 എണ്ണം ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേനും കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ തേൻ കൂടി ചേർത്തിരിക്കുന്നത്. അപ്പം തേൻ വേണ്ടാത്തവർക്ക് കുറച്ചുകൂടി മധുരത്തിന് വേണ്ടി പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡേറ്റ്സിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഹണിയും ഷുഗറും ഒക്കെ ഒഴിവാക്കാം. അങ്ങനെ ഞാൻ ഷേക്ക് അടിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്താൽ. വനില ഐസ്ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഐസ്ക്രീം ഇടേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഷേക്കിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അതുപോലെ കുടിച്ചാൽ നമ്മുടെ നല്ല ക്ഷീണമെല്ലാം മാറി നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഷമാമൊക്കെ കിട്ടാൻ വളരെ ഈസിയാണല്ലോ. ഷമാമിൻ്റെ ഒരു സീസണാണെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും കാണാം സൂപ്പർ മാർക്കറ്റുകളിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.